അപ്പം നമ്മൾ ഇന്ന് വാനിൽ എന്തൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ കണ്ടു നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു 2 ഡ്രോവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ ആ ഡ്രോവേഴ്സിൽ ഫസ്റ്റ് ഡ്രോവർ നമ്മൾ ഇത് സ്റ്റൗവിന് വേണ്ടിയിട്ടാണ്. ഈ സ്റ്റൗവിൽ നമ്മൾ ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് ഇങ്ങനെ ചുറ്റിന് വെച്ചിട്ട് വിൻഡിനെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന സാധനമാണ്. ഇതെല്ലാവരും ആമസോണിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് ജസ്റ്റ് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിന് ഗ്യാസിൻ്റെ സപ്ലൈ അവിടെ വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. കം ടു ദിസ്. ഇതിനകത്താണ് നമ്മൾ ഗ്യാസ് സിലിണ്ടർ വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് കണക്ഷൻ അങ്ങോട്ട് പോയിരിക്കുന്നത്. ഇവിടെ ഈ ഡ്രോവിനകത്ത് ജസ്റ്റ് പൊടികൾ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് മേളിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇത് അകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിൻഡ് ബ്ലോക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇനി നമ്മൾ എക്സ്ട്രാ വരികയാണെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. പിന്നെ അത് മാത്രമല്ല, ഇത് കുറച്ചും കൂടി സേഫാണ് ഇതിനകത്തേക്ക് വെക്കുന്നത്. നമുക്ക് ബാക്കിയുള്ള സ്പേസ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഇതിന് മേളിൽ ഡ്രോയേഴ്സ് കാര്യങ്ങൾ പൊക്കുന്നത് ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്യാനോ പിടിക്കാനൊക്കെ ഇതിൻ്റെ മേളിൽ നിന്ന് ചെയ്യാൻ പറ്റും. അതിന് വേറെ ബോർഡ്സ് ഉണ്ട്. അത് ജസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്ലൈവുഡിൻ്റെ പീസൊക്കെ വെച്ചാൽ മതി. ഇത് നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നതിന് വേറെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മളൊരു വാഷ് ബേസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. വാഷ് ബേസ് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്, ഇതിനകത്ത് ഇരിപ്പുണ്ട്. അത് നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് വെക്കുന്ന ഫെസിലിറ്റി അത് ഞാൻ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. എല്ലാ ഡോസിലും സോഫ്റ്റ് ക്ലോസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ സാധനം ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ എക്കോഫ്ലോയുടെ ബാറ്ററി കാണാം. ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ബാറ്ററി. ഇത് ജസ്റ്റ് നമുക്ക് ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്ത് കാണാം. എക്കോഫ്ലോയുടെ നല്ല വർത്തി ആയിട്ടുള്ള ബാറ്ററിയാണ്. ഇത് ഏകദേശം 5 വർഷത്തോളം വാറണ്ടി ഉണ്ട്. ഈ സാധനം ഇത് ബേസിക് സാധനമാണ്. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് വേണ്ട ഫാൻ ലൈറ്റൊക്കെ ഇതിനകത്ത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഫുൾ നൈറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് ഇതിനകത്ത് ലാപ്ടോപ്പ് ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് കാര്യങ്ങളുണ്ട്. USB ചാർജസ് 2 ഉണ്ട്. പിന്നെ സിഗരറ്റ് ലൈറ്റേഴ്സ് വെച്ചിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഇതിനകത്താണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കണ്ടോ, നമ്മൾ തിളക്കുന്നതിനനുസരിച്ചിട്ട് അവിടെ മാറുന്നത്. ഇതാണ് കണക്ഷൻ ഡയറക്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിലുണ്ട് ഇതിനകത്ത്. ഇവിടെയും സിഗരറ്റ് ലൈറ്റേഴ്സ്. ഇതാണ് ചാർജ് ചെയ്യേണ്ട പോർട്ട്. ഇത് നമ്മൾ ഡയറക്റ്റ് സോളാറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും ചാർജ് ആവും. പിന്നെ ഇത് നമുക്ക് കറണ്ട് സ്ലോട്ടിലേക്ക് ഡയറക്റ്റ് എവിടെയെങ്കിലും വെച്ച് ചാർജ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയും ചാർജ് ചെയ്യാം. പിന്നെ ഇത് തന്നെ നമ്മൾ സിഗരറ്റ് ലൈറ്റേഴ്സ് ഈ കാറിലെ ചാർജിങ്ങിൻ്റെ കുത്തുന്ന സാധനം സിഗരറ്റ് ലൈറ്റേഴ്സ് എന്ന് അതിന് പറയാം. അതിലേക്ക് കുത്തിയിട്ട് ഡയറക്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല മെത്തേഡിലും 3 ടൈപ്പിലാണ് ഇത് ചാർജ് ചെയ്യാൻ പറ്റുക. ഇത് നല്ല വർത്തിയാണ്. ഞാനൊരു ചെറിയ സോളാർ മാത്രം വാങ്ങിച്ചിട്ട് മേളിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്ലാനാണ്.